ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വണങ്ങിയ അത്ഭുത തിരുവോസ്തി 1240 ഇറ്റലിയിലെ അസീസി. അവിടുത്തെ വിശുദ്ധ സ്റ്റീഫന്റെ ഇടവകക്കാരിയായ ഒരു യുവതിക്ക് തൻ്റെ ഭർത്താവിനോട് അതീവ അസൂയ. കാരണം ഭർത്താവ് സുന്ദരനും എല്ലാവർക്കും സ്വീകാര്യനുമായിരുന്നു. അതിനാൽ അവൾ ഒരു മന്ത്രവാദിനെ സമീപിച്ചു. കൂദാശ ചെയ്ത ഒരു തിരുവോസ്തി കൊണ്ടുവന്നാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് മന്ത്രവാദിനി അവളോട് പറഞ്ഞു. അവൾ അത് സമ്മതിച്ചു. ഒരിക്കൽ നാവിൽ സ്വീകരിച്ച ദിവ്യകാരുണ്യം ആ യുവതി ആരും കാണാതെ എടുത്ത് കയ്യിൽ കരുതിയിരുന്ന തുണിയിൽ പൊതിഞ്ഞു പിടിച്ചു. അല്പം കഴിഞ്ഞ് തൻ്റെ കൈ നനയുന്നതായി തോന്നി അവൾ കണ്ടത് ദിവ്യകാരുണ്യം പൊതിഞ്ഞിരിക്കുന്ന തുണി രക്തത്താൽ നനഞ്ഞിരിക്കുന്നതാണ്. ഭയന്ന് വിറച്ച അവൾ ദിവ്യബലി കഴിയാൻ നിൽക്കാതെ വീട്ടിലേക്ക് ഓടി. തൻ്റെ അലമാരയിലെ അറയിൽ തുണിയിൽ പൊതിഞ്ഞ തിരുവോസ്തി വച്ച് പൂട്ടി. രാത്രിയായപ്പോൾ അലമാരയിൽ നിന്ന് ശക്തമായ പ്രകാശം പുറപ്പെടാൻ തുടങ്ങി. പരിഭ്രാന്തയായ ഭാര്യയോട് ഭർത്താവ് കാര്യം തിരക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു. അടുത്ത ദിവസം ആ യുവതി ഭർത്താവുമൊത്ത് ദേവാലയത്തിലെത്തി വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. തുടർന്ന് ആ യുവതിയുടെ ഭവനത്തിലേക്ക് വൈദികരും അനേകം ആളുകളും വന്നു. തിരുവോസ്തിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം ഒരു തളികയിൽ അവർ ശേഖരിച്ചു. വലിയ ആദരവോടെ സഭാധികാരികൾ അത്ഭുത തിരുവോസ്തിയും തിരുരക്തവും 100 കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി വിശുദ്ധ സ്റ്റീഫന്റെ ദേവാലയത്തിൽ മെഴുകുകൊണ്ടുണ്ടാക്കിയ ഒരു പേടകത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് 3 ദിവസത്തേക്ക് ഈ തിരുവോസ്തിയിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു. 1340 വീണ്ടും ഒരത്ഭുതം കൂടെ ഇവിടെ നടന്നു. ഈ അത്ഭുത തിരുവോസ്തി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സക്രാരി തുറന്നപ്പോൾ തിരുവോസ്തി അടക്കം ചെയ്തിരുന്ന മെഴുക് പേടകം പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറിക്കിടക്കുന്നു. ആ കഷ്ണങ്ങളിലും തിരുരക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ പ്രധാന അൾത്താരയുടെ മുകളിൽ ഒരു പീഠമുണ്ടാക്കി ആ അത്ഭുത തിരുവോസ്തിയും തിരുരക്തവും ചിന്നിച്ചിതറിയ മെഴുകുപാത്രത്തിന്റെ കഷ്ണങ്ങളും പ്രതിഷ്ഠിച്ചു. ചില സമയങ്ങളിൽ ഇപ്പോഴും ഈ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകുകയും ഈശോയുടെ മുഖം തെളിയുകയും ചെയ്യാറുണ്ട്. 1540കളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഈ ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് വണങ്ങിയിരുന്നു. മാത്രമല്ല മാർപ്പാപ്പാമാരായ പയസ് 11-ാമൻ, പയസ് 5-ാമൻ, പയസ് 6-ാമൻ, ഗ്രിഗറി 14-ാമൻ എന്നിവർ ഈ ദിവ്യകാരുണ്യത്തെ കുമ്പിട്ട് ആരാധിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ ലാൻസിയാനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതം പോലെ തന്നെ വലിയ പ്രാധാന്യത്തോടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതവും സഭയും ലോകവും കാണുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും 4 മാർപ്പാപ്പമാർ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ വചനം പ്രഘോഷിക്കുകയും വചനം ജീവിക്കുകയും ചെയ്യുന്നവരെയെല്ലാം ദിവ്യകാരുണ്യത്താൽ പ്രചോദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.